ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുക്കുന്നത്. അപ്പൊ ഇത് എക്സാമിന് ഉണ്ടായിരിക്കും. പിന്നെ നാനോ ടെക്നോളജി ആണ്, അതിന്റെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്ത് തരാം, നോട്ടും ഷെയർ ചെയ്ത് തരാം കേട്ടോ. ടൈം ഉണ്ടോ നോക്കട്ടെ, ആണെങ്കിൽ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. 4-5 വീഡിയോസ് മാത്രമേ ഉള്ളൂ, ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ എക്സാമിനൊന്നും മുന്നേ അതൊന്ന് കണ്ടുവെക്കുക, നോട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം. എന്തായാലും എക്സാം സീരീസ് എക്സാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് 5th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പൊ ലാസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അതിൽ ഫോട്ടോണിക്സും ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്ന 2 സെക്ഷൻസ് കൂടെ ഉണ്ട്. അപ്പൊ സീരീസ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കണം. അതിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. വേറെ ക്വസ്റ്റ്യൻസ് കണ്ടാലും പ്രോബ്ലം ഒന്നുമില്ല, ഇതിൽ എടുത്ത ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അപ്പോ ഇന്ന് സൂപ്പർ കണ്ടക്ടിവിറ്റി ലാസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ സൂപ്പർ കണ്ടക്ടിവിറ്റി. ഈ ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൂപ്പർ കണ്ടക്ടിവിറ്റി കേട്ടതാണല്ലോ. സൂപ്പർ കണ്ടക്ടിവിറ്റി, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് അല്ലെ, സൂപ്പർ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, അങ്ങനെയൊക്കെ ഒരു കാറ്റഗറി പേരുകൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതില് മെയിൻ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചില മെറ്റീരിയൽസ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. എല്ലാ മെറ്റീരിയൽസ് അല്ല, ചില മെറ്റീരിയൽസ്, സഡൻ അലോയ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, പല മെറ്റീരിയൽസിന്റെയും അലോയ്സ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. ഈ അലോയ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന ഒരു പ്രത്യേക ഫിനോമിനൻ ആണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പൊ എന്തായാലും ഉദ്ദേശിക്കുന്നത്, സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞ പേര് തന്നെ ഉണ്ട് ഹൈ കണ്ടക്ടിവിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. വളരെയധികം കണ്ടക്ടിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. നമ്മൾ പല എക്സ്പെരിമെന്റിലും പല ആപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സിന്. അപ്പോൾ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ചില മെറ്റീരിയൽസിനെ നമ്മൾ ടെമ്പറേച്ചർ കുറച്ചു എന്ന് വിചാരിക്കുക, അതിനെ കൂളാക്കുകയാണെങ്കിൽ, അത് സർട്ടൻ മെറ്റീരിയൽസ്, എല്ലാ മെറ്റീരിയൽസ് അല്ല, ചില മെറ്റീരിയൽസിന് ടെമ്പറേച്ചർ കുറച്ച് നമ്മൾ അതിനെ കൂളാക്കി മാറ്റുകയാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയാൽ, അത്രയും നമ്മൾ കുറച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പൊ ആദ്യം ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, പിന്നെ നമ്മൾ അതൊരു 70 ഡിഗ്രി സെൽഷ്യസ് ആക്കി, ദെൻ 60 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ കുറച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണെന്ന് വിചാരിക്കും. സർട്ടൻ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റിവിറ്റി 0 ആയിട്ട് മാറും. റെസിസ്റ്റിവിറ്റി 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസും ഇല്ല അല്ലെ, പ്രോബ്ലം ഒന്നുമില്ല, റെസിസ്റ്റിവിറ്റി 0. അതിന്റെ അർത്ഥം എന്താ? ഹൈ കണ്ടക്ടിവിറ്റി അല്ലെ. റെസിസ്റ്റിവിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് കണ്ടക്ടിവിറ്റി. 1 റെസിസ്റ്റിവിറ്റി ആണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന റോ അല്ലെ. റോ ഇസ് എ കണ്ടക്ടിവിറ്റി, 1 റെസിസ്റ്റിവിറ്റിയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോ എന്താ ഉദ്ദേശിച്ചത്? റെസിസ്റ്റിവിറ്റി 0 ആയിട്ട് മാറും, അതായത് ഒരു തടസ്സവുമില്ല. അപ്പൊ അതില് കറന്റ് ഫ്ലോ വളരെ കൂടുതലായിരിക്കും അല്ലെ. പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ഹൈ കറന്റ് ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണാം. ആ പ്രോസസ്സാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പൊ എന്താ സൂപ്പർ കണ്ടക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദി പ്രോപ്പർട്ടി by which resistivity of the certain materials and alloys falls to 0. എപ്പോഴാണെന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കുന്നുള്ളൂ. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതായത് കണ്ടക്ടിവിറ്റി ഇൻഫിനിറ്റി ആയിട്ട് മാറും അല്ലെ. 1/0 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫിനിറ്റി ആണ് അല്ലെ. 1 റെസിസ്റ്റിവിറ്റി കണ്ടക്ടിവിറ്റി ആണ്, 1/0 ഇൻഫിനിറ്റി ആണ്. സോ റെസിസ്റ്റിവിറ്റി 0 ആവുകയും കണ്ടക്ടിവിറ്റി മാക്സിമം ആവുകയും ഇൻഫിനിറ്റി ആവുകയും ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ക്ലിയർ ആയോ? അപ്പൊ ഇത് ആദ്യം പഠിച്ചത് കാമർലിൻ ഓൺസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇങ്ങനെ ഒരു കാര്യം കണ്ടുപിടിച്ചത്. അദ്ദേഹം മെർക്കുറിയിലാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്. മെർക്കുറി എടുത്തിട്ട് മെർക്കുറിയെ ഇങ്ങനെ ടെമ്പറേച്ചർ കണ്ടോ, ഗ്രാഫ് കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ടെമ്പറേച്ചറും ഇവിടെ റെസിസ്റ്റിവിറ്റിയാണ് മെഷർ ചെയ്തത്. അപ്പൊ ടെമ്പറേച്ചർ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. ആദ്യം അത് 12K, 8K, 4.2K, അങ്ങനെ അത് കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. ആ സമയത്ത് റെസിസ്റ്റിവിറ്റി ഇങ്ങനെ കുറയുന്നതായിട്ടാണ് കണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഗ്രാഫ് കണ്ടില്ലേ, ഇങ്ങനെ കുറഞ്ഞു വരുന്നു. അപ്പൊ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന അനുസരിച്ച് റെസിസ്റ്റിവിറ്റി ഇങ്ങനെ കുറഞ്ഞു വരുന്നു. 4.2 എന്നുള്ള ഒരു കെൽവിനിൽ എത്തിയപ്പോൾ സഡൻ ആയിട്ട് അത് 0യിലേക്ക് വന്നു. കണ്ടോ, റെസിസ്റ്റിവിറ്റി സഡൻ ആയിട്ട് 0യിലേക്ക് വരുന്നതായിട്ട് കണ്ടു. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഇത് എന്താണെന്നൊക്കെ പഠിച്ചത്. അതിനൊരു പേര് കൊടുത്തു, അതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ക്ലിയർ അല്ലേ? സോ അതാ കാമർലിൻ ഓൺസ് എന്നുള്ള സയന്റിസ്റ്റ് ആണ് അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തത്. മെർക്കുറിയിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തത്. 4.2 കെൽവിൻ ആണ് അതിന്റെ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്.
TC എന്ന് പറയാം, ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് TC എന്ന് പറയുന്നത്. ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാ ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റെസിസ്റ്റിവിറ്റി ബിക്കം 0 ആൻഡ് കണ്ടക്ടിവിറ്റി ബിക്കം ഇൻഫിനിറ്റി. മനസ്സിലായോ? റെസിസ്റ്റിവിറ്റി 0 ആവുകയും കണ്ടക്ടിവിറ്റി ഇൻഫിനിറ്റി ആവുകയും ചെയ്യുന്ന ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പൊ അതാണ് ഫിനോമിന. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. സോ വാട്ട് അബൌട്ട് സൂപ്പർ കണ്ടക്ടിവിറ്റി? വൺസ് അഗൈൻ കൺസോൾട്ടേറ്റ് ചെയ്ത് പറയാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? സർട്ടൻ മെറ്റൽസിനെ അല്ലെങ്കിൽ അലോയ്സിനെ ഒക്കെ കൂൾ ആക്കുന്ന സമയത്ത് അതിന്റെ റെസിസ്റ്റിവിറ്റി 0 ആവുകയും കണ്ടക്ടിവിറ്റി ഹൈ ആവുകയും ഇൻഫിനിറ്റി ആവുകയും ചെയ്യുന്നത് കണ്ടു. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ TC or critical temperature. അങ്ങനെയും പറയാം, ട്രാൻസിഷൻ ടെമ്പറേച്ചർ or critical temperature. First of all, Camerlingh-Onnes performed this experiment on the material mercury. He observed that at the temperature 4.2 Kelvin, what will happen? Resistivity of the material becomes 0 and conductivity of the mercury will become infinity. That is the first evidence for superconductivity. This temperature is known as transition temperature. It is a temperature at which the resistivity of the material becomes 0 and conductivity of the material becomes infinity. That temperature is known as ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ക്ലിയർ? അപ്പൊ നമുക്കൊരു കണ്ടീഷൻ പറയാം. T ലെസ് ദാൻ TCയില്, ടെമ്പറേച്ചർ ലെസ് ദാൻ TCയില് അത് സൂപ്പർ കണ്ടക്ടർ ആണ് അല്ലെ. അതിനുശേഷം താഴെ സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. T ഗ്രേറ്റർ ദാൻ TCയില് അതെന്താണ്? നോർമൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. TC എന്ന് പറയുന്ന ട്രാൻസിഷൻ ടെമ്പറേച്ചർ. എപ്പോഴാണോ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എത്തുന്നത് അതിന് താഴെ പിന്നെ അങ്ങോട്ട് അത് സൂപ്പർ കണ്ടക്ടർ ആണ്. മനസ്സിലായോ? പിന്നെ നമ്മൾ എത്ര കുറച്ചാലും പ്രോബ്ലം ഒന്നുമില്ല, ഈ ഹൈ കണ്ടക്ടിവിറ്റി അത് കാണിച്ചുകൊണ്ടേയിരിക്കും. TCയേക്കാൾ കൂടുതലാണ് ടെമ്പറേച്ചർ എങ്കിൽ, ഇപ്പൊ 4.2 അല്ല, 8 കെൽവിൻ 12 കെൽവിൻ അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ അതൊരു നോർമൽ മെറ്റീരിയൽ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന്? എല്ലാവർക്കും ക്ലിയർ ആയോ പറഞ്ഞത്? യെസ്, നിങ്ങൾ പഠിച്ചതാണോ? സൂപ്പർ കണ്ടക്ടിവിറ്റി കേട്ടിട്ടുണ്ടോ ഈ ഒരു പ്രോസസ്സ്? പ്ലസ് ടുണ്ടോ എന്നറിയില്ലാലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഒരു ടേം കേട്ടിട്ടുണ്ടായിരിക്കും, സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പൊ പേര് തന്നെ ഉണ്ട് കേട്ടോ, അത് ആലോചിച്ചാൽ മതി. സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ കണ്ടക്ടിവിറ്റി കാണിക്കുന്നു ടെമ്പറേച്ചർ കുറയ്ക്കുന്ന സമയത്ത് മാത്രം. അതാണ് നമ്മൾ ആലോചിച്ച് വെക്കുന്നത്. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ദാറ്റ് ഈസ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇനി പല സൂപ്പർ കണ്ടക്ടേഴ്സും അവൈലബിൾ ആണ്. നമ്മൾ നേച്ചറിൽ തന്നെ പല സൂപ്പർ കണ്ടക്ടേഴ്സും ഉണ്ട്. നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. എന്നാലും എല്ലാ സൂപ്പർ കണ്ടക്ടേഴ്സും കാണിക്കുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. എല്ലാ സൂപ്പർ കണ്ടക്ടേഴ്സും, ഏത് സൂപ്പർ കണ്ടക്ടർ എടുത്താലും അതിന്റെ ഒരു ഫിനോമിനൻ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മീസ്നർ ഇഫക്റ്റ് എന്നാണ് പറയാം. മീസ്നർ ഇഫക്റ്റ്. ഓക്കെ, അത് ഒരു ഷോർട്ട് ആൻസർ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ മീസ്നർ ഇഫക്റ്റ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നൊക്കെയാണ് ചോദിക്കുക. ഏത് സൂപ്പർ കണ്ടക്ടർ എടുത്താലും അത് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മീസ്നർ ഇഫക്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. സോ എന്താണ് മീസ്നർ ഇഫക്റ്റ്? ഏത് മെറ്റീരിയൽ എടുത്താലും സൂപ്പർ കണ്ടക്ടർ എടുത്താലും അത് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മീസ്നർ ഇഫക്റ്റ്. ഞാനൊരു സൈഡ് ഹെഡിങ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താന്നുള്ളത് ലാസ്റ്റ് പറയാം. സപ്പോസ് ഒരു സൂപ്പർ കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു മെറ്റീരിയൽ നമ്മൾ എടുത്തു. T ഗ്രേറ്റർ ദാൻ TC ആണെങ്കിൽ അത് നോർമൽ മെറ്റീരിയൽ ആണ് അല്ലെ. TCയേക്കാൾ കൂടുതലാണെങ്കിൽ, ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാൾ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അതൊരു നോർമൽ മെറ്റീരിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അങ്ങനെ പാസ് ചെയ്യും. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ആ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യും. പക്ഷേ സൂപ്പർ കണ്ടക്ടർ ആയിട്ട് മാറിയാൽ എന്താ സംഭവിക്കുന്നത്? T ലെസ് ദാൻ TC ആയി കഴിഞ്ഞാൽ ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതിലൂടെ പാസ് ചെയ്യില്ല. കണ്ടില്ലേ വരച്ചിരിക്കുന്നത്? എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് പുറത്തു കൂടെയാണ് പോകുന്നത് അല്ലെ, സൂപ്പർ കണ്ടക്ടറിന്റെ പുറത്തു കൂടെയാണ് ലൈൻസ് പോകുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഏതിനുള്ളിലൂടെ പാസ് ചെയ്യില്ല? സൂപ്പർ കണ്ടക്ടേഴ്സിന് ഉള്ളിലൂടെ പാസ് ചെയ്യില്ല. അതിനെ പറയുന്ന പേരാണ് മീസ്നർ ഇഫക്റ്റ്. ഓക്കെ, സോ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. എക്സ്പെൽ ചെയ്ത് പോവുകയാണ് അല്ലെ, ഒരിക്കലും ഉള്ളിലേക്ക് ഇൻവേർഡിലേക്ക് അത് വരുന്നില്ല. അട്രാക്ഷൻ
അട്രാക്ട് ചെയ്യുന്നില്ല. സോ എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓർ മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്രം ദ ബോഡി ഓഫ് സൂപ്പർ കണ്ടക്ടർ when the temperature is less than transition temperature is known as Meissner effect. അപ്പൊ നോർമൽ കേസിൽ എന്തായാലും ഫീൽഡ് ലൈൻസ് എല്ലാം പാസ് ചെയ്യും. പക്ഷേ എപ്പോഴാണോ അത് സൂപ്പർ കണ്ടക്ടർ ആയിട്ട് മാറുന്നത് ആ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതിൽ നിന്ന് റിപ്പൽ ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് Meissner effect. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് എന്ന് എഴുതിയത്. ഡയാമാഗ്നറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പൽ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് ഡയാമാഗ്നറ്റിസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ അത് എഴുതിയിരിക്കുന്നു, പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസ്. അതിനർത്ഥം സൂപ്പർ കണ്ടക്ടേഴ്സ് എല്ലാം ഡയാമാഗ്നറ്റ് ആണ്. സൂപ്പർ കണ്ടക്ടേഴ്സ് എപ്പോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാലും അത് റിപ്പൽ ചെയ്ത് പോകും, ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡിനെ അട്രാക്ട് ചെയ്യില്ല. സോ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് Meissner effect. ക്ലിയർ ആയല്ലോ? ഇത് റിവേഴ്സിബിൾ ആണ് കേട്ടോ. റിവേഴ്സിബിൾ എന്ന് പറയാനുള്ള കാരണം ടെമ്പറേച്ചർ കുറച്ചാൽ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യും, കുറച്ചാലല്ല കൂട്ടിയാൽ അല്ലെ. ടെമ്പറേച്ചർ കൂട്ടിയാൽ നോർമൽ മെറ്റീരിയൽ ആയി ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യും. ടെമ്പറേച്ചർ കുറച്ചു കഴിഞ്ഞാലോ സൂപ്പർ കണ്ടക്ടർ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഫീൽഡ് ലൈൻസ് അതിൽ നിന്ന് റിപ്പൽ ചെയ്യും. പിന്നെ വീണ്ടും നമ്മൾ കൂട്ടുകയാണെങ്കിൽ, ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ അഗെയിൻ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യും. ഇനി കുറയ്ക്കുകയാണെങ്കിൽ വീണ്ടും ഫീൽഡ് ലൈൻസ് അതിൽ നിന്ന് റിപ്പൽ ചെയ്യും. അതിങ്ങനെ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് പോലെ നമുക്ക് ഇതിങ്ങനെ മാറ്റി മാറ്റി ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പ്രോസസ്സ് ക്ലിയർ ആയല്ലോ? അതാണ് Meissner effect. നമുക്കിനി പറയാനുള്ളത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അല്ലെ. എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് റിപ്പൽ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതിൽ നിന്ന് അകന്നു പോകുന്നു, അട്രാക്ട് ചെയ്യുന്നില്ല? അതുകൂടെ മനസ്സിലാക്കണം അല്ലെ. എന്താണ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, സൂപ്പർ കണ്ടക്ടേഴ്സ് ആയാൽ, അതായത് T<TC അല്ലെ, ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാൾ കുറവാണെന്ന് വിചാരിക്കുക. അപ്പൊ അത് സൂപ്പർ കണ്ടക്ടർ ആയിട്ട് മാറിക്കഴിഞ്ഞു. ആ സമയത്ത് അതിനുള്ളിൽ ഒരു കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പെർസിസ്റ്റന്റ് കറന്റ്. ഉള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു കറന്റ് ഇട്ട് പറഞ്ഞാൽ അതിനുള്ളിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. നോർമൽ ആയിട്ട് അതൊരു പ്രോപ്പർട്ടിയാണ്. ഏത് സൂപ്പർ കണ്ടക്ടർ എടുത്താലും അതിനുള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഇത് റിപ്പൽ ചെയ്ത് പോകുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ when the temperature is less than Tc, transition temperature, what will happen? A current is produced inside the superconductor, which means a magnetic field is created inside the superconductor. This magnetic field will oppose the external magnetic field. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫീൽഡിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇയാൾ ഉള്ളിൽ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് എക്സ്പെൽ ചെയ്ത് പോകുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പ്ലസ് ഇന്റേണൽ എന്ന് എഴുതാം അല്ലെ. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതും ഉണ്ട്, ഉള്ളിൽ ഉണ്ടാകുന്ന ഫീൽഡും ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് എക്സ്റ്റേണൽ പ്ലസ് ഇന്റേണൽ എന്ന് കൊടുക്കുകയാണ്. വിച്ച് മീൻസ് B is equal to μ0H plus μ0M. ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ മാഗ്നറ്റിക്സിൽ പഠിച്ചതാണ്. μ0H plus μ0M എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. μ0H എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ ഫീൽഡ് ആണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ഫീൽഡ് ആണ് H എന്ന് പറയുന്നത്. അതാണ് μ0H, എക്സ്റ്റേണൽ ഫീൽഡ്. μ0M എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? ഇന്റേണൽ ഫീൽഡ്. ഇതിനുള്ളിൽ ഉണ്ടാവുന്നുണ്ടല്ലോ ഒരു മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് ഈ μ0M കൊണ്ട് ഉദ്ദേശിക്കുന്നത്. M അതിന്റെ മാഗ്നറ്റൈസേഷൻ ആണ്. ഉള്ളിൽ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി, എത്രത്തോളം മാഗ്നറ്റൈസ്ഡ് ആയി, അതാണ് μ0M. ക്ലിയർ ആയോ? ഇനി എന്താ പറഞ്ഞത്? ടോട്ടൽ ഫീൽഡ് T<TCയിലെ B എന്താണ്? ടോട്ടൽ ഫ്ലക്സ്. അതിനുള്ളിൽ 0 ആണ് അല്ലെ. പുറത്തേക്ക് എല്ലാം പുറത്തേക്ക് പോകുന്നു, അപ്പൊ ഉള്ളിൽ അത് 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ടോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ μ0H plus μ0M is equal to 0 എന്ന് കൊടുക്കാം അല്ലെ. ദാറ്റ് ഈസ് μ0H is equal to minus μ0M. μ0 can be cancelled. M/H is equal to എന്ത് വരും? ഒരു -1 അല്ലെ. ഈ M/H-നെയാണ് കൈ എന്നുള്ള സിമ്പിൾ വെച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞത് സസെപ്റ്റിബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ അല്ലെ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? M/H is equal to കൈ is equal to -1 എന്നാ കിട്ടിയത് അല്ലെ. ദാറ്റ് ഈസ് നോൺ ആസ് സസെപ്റ്റിബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. M/H എന്നുള്ള ക്വാണ്ടിറ്റി ആണ് സസെപ്റ്റിബിലിറ്റി. അതിന്റെ വാല്യൂ എന്താ വന്നത്? -1 എന്നാണ് വന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഡയാമാഗ്നറ്റ്, പാരാമാഗ്നറ്റ്, ഫെറോമാഗ്നറ്റ് ക്ലാസിഫിക്കേഷന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയാമാഗ്നറ്റിനെല്ലാം നെഗറ്റീവ് ആയിരിക്കും സസെപ്റ്റിബിലിറ്റി അല്ലെ. അതല്ല ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു നെഗറ്റീവ് വാല്യൂ -1 എന്നാണ് കിട്ടിയത്. അതിന്റെ അർത്ഥം സൂപ്പർ കണ്ടക്ടേഴ്സ് എല്ലാം എന്താണ്? പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് ആണ്. കൈ ഈസ് ഈക്വൽ ടു -1 എന്നാണ് നമുക്ക് കിട്ടിയത്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അത് റിപ്പൽ ചെയ്യും. വിച്ച് മീൻസ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ്സ്.
അപ്പൊ ഇതാണ് മീസ്നർ ഇഫക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് മീസ്നർ ഇഫക്റ്റ് എന്നുള്ളതൊന്ന് ഡിഫൈൻ ചെയ്തു. ടി ലെസ് ദാൻ ടി സിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എക്സ്പെൽ ചെയ്ത് പോകുന്ന പ്രോസസ് ആണ് മീസ്നർ ഇഫക്റ്റ്, വിച്ച് മീൻസ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ്സ് അല്ലെ. അതിനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഉള്ളിലൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ കൊടുക്കുന്ന ഫീൽഡിനെ ഓപ്പോസ് ചെയ്യുന്നു, അതുകൊണ്ടാണ് റിപ്പൽ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ ഫീൽഡിന് മ്യൂസറോ എച്ച് പ്ലസ് മ്യൂസറോ എം എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് മ്യൂസറോ എച്ച് പ്ലസ് മ്യൂസറോ എം ഇസ് ഈക്വൽ ടു 0. ടോട്ടൽ ഫീൽഡ് 0 എന്നല്ലേ പറയുന്നത്, ഇവിടെ ഉള്ളിൽ ഒരു ഫീൽഡും ഇല്ല. അപ്പൊ എം ബൈ എച്ച് ഇസ് ഈക്വൽ ടു -1 എന്ന് വരും. ദാറ്റ് ഈസ് അവർ സസെപ്റ്റിബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് മീസ്നർ ഇഫക്റ്റ്. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആയോ പറഞ്ഞത്? എന്താണ് മീസ്നർ ഇഫക്റ്റ് എന്നുള്ളത് ക്ലിയർ ആയോ? പറയൂ, ക്ലിയർ ആയോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പൊ ഇത് എങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ ഷോർട്ട് ആൻസർ ആയിട്ട് എക്സ്പ്ലെയിൻ മീസ്നർ ഇഫക്റ്റ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മൾ ആ ഡെഫിനേഷൻ പറയാം, മാർക്കിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ എഴുതാം. ഓക്കെ, ഇനി ചിലപ്പോൾ ചോദിക്കുക പ്രൂവ് ദാറ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ്സ് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് അങ്ങനെ പറഞ്ഞാൽ ഇത് എന്ത് തന്നെയാണ്, മീസ്നർ ഇഫക്റ്റ് തന്നെയാണ് പറയേണ്ടത് കേട്ടോ. അപ്പൊ അതെന്താന്ന് വിചാരിക്കരുത്, കാരണം മീസ്നർ ഇഫക്റ്റ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാഗ്നറ്റ്സിൽ അട്രാക്ട് ചെയ്യുന്നില്ല, ഡയാമാഗ്നറ്റ് ആണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ചോദിക്കുന്നത്. രണ്ട് രീതിയിൽ ചോദിക്കാം. എക്സ്പ്ലെയിൻ മീസ്നർ ഇഫക്റ്റ് എന്ന് ഒരു തവണ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്ന് പ്രൂവ് ദാറ്റ് ഷോ ദാറ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ്സ് അങ്ങനെയും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അതിന്റെ ഒരു ഗ്രാഫ് പറയാം. അതായത് ഇപ്പൊ എം ബൈ എച്ച് ഇസ് ഈക്വൽ ടു -1 എന്ന് കണ്ടില്ലേ നിങ്ങൾ? എം ബൈ എച്ച് ഇസ് ഈക്വൽ ടു -1. ഒരു ഗ്രാഫ് കൂടെ പറയാനുണ്ട്. എം ബൈ എച്ച് ഇസ് ഈക്വൽ ടു -1 എന്നല്ലേ കിട്ടിയത്? അല്ലെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? -m എന്ന് കൊടുക്കാം അല്ലെ. എച്ച് ഇസ് ഈക്വൽ ടു -m. ഈ എച്ചിന് ഇങ്ങോട്ട് എടുത്തു, -1 ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എച്ച് ഇസ് ഈക്വൽ ടു -m എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം? ഞാൻ ഇവിടെ എക്സ് ആക്സിസിൽ എച്ചും ഇവിടെ -m എടുക്കുകയാണെങ്കിൽ -m ആണ് ഗ്രാഫിൽ എടുക്കുന്നത്. എച്ചും -m തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ അല്ലേ കിട്ടുക. എച്ച് കൂടുന്നതനുസരിച്ച് ഈ -m കൂടും, അപ്പോഴല്ലേ അത് ക്യാൻസൽ ചെയ്ത് പോവുള്ളൂ. എച്ച് കൂടുന്നതനുസരിച്ച് എം കൂടും, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവും. അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എച്ചിന്റെ വാല്യൂ കൂടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീൽഡ് കൂടുന്നതനുസരിച്ച് എമ്മിന്റെ വാല്യൂ ഉള്ളിൽ ഉണ്ടാവുന്ന ഫീൽഡും കൂടും, പക്ഷെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഉള്ളിൽ ഫീൽഡ് കാണാത്തത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ ഒരു ആക്സിസിൽ നമ്മൾ എക്സ് ആക്സിസിൽ എച്ച് പ്ലോട്ട് ചെയ്യുന്നു, ഇവിടെ -m പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കൊടുക്കാം അല്ലെ. എച്ച് വേഴ്സസ് -m എന്ന് പറയുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇത് കൂടുമ്പോൾ അതും കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഇല്ലെങ്കിൽ വേറൊരു രീതിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ നെഗറ്റീവിലേക്ക് വരയ്ക്കാൻ, എച്ചും എമ്മും ആണ് വിചാരിക്കുക. എച്ചും എമ്മും ആണ് പ്ലോട്ട് ചെയ്യുന്നെങ്കിൽ നെഗറ്റീവ് ആക്സിസിക്ക് വേണം ലൈന് വരയ്ക്കാൻ. കാരണം -m അല്ലേ എടുക്കേണ്ടത്. ഇങ്ങോട്ട് പോസിറ്റീവ് എമ്മും താഴത്തേക്ക് -m ആണ് അല്ലെ. അപ്പൊ ഗ്രാഫ് എങ്ങനെ വരയ്ക്കണം? നെഗറ്റീവ് ആക്സിലേക്ക് വരയ്ക്കണം. രണ്ട് രീതിയിൽ വരയ്ക്കാം. ഒന്നുകിൽ എച്ചും -m വരയ്ക്കാം. എച്ചും -m വരച്ചാൽ നമുക്ക് പിന്നെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ ആൻസർ ആയി. അല്ലെങ്കിൽ എച്ചും എമ്മും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കാം. എച്ചും എമ്മും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് m is equal to -m ആണ് സൈൻ അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് മൈനസ് ആക്സിസിലേക്ക് വേണം സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാൻ. അത്രയാണ് വ്യത്യാസമുള്ളത് കേട്ടോ. അപ്പൊ രണ്ട് തരത്തിലുള്ള ഗ്രാഫ്, രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് പേജിൽ ഞാൻ പറഞ്ഞു തരാം. സോ ദാറ്റ് ഈസ് എ ഗ്രാഫ് ഓഫ് എച്ച് വേഴ്സസ് എം. ഒന്നുകിൽ എച്ചും എമ്മും വരയ്ക്കാം, ഇല്ലെങ്കിൽ എച്ചും -m വരയ്ക്കാം. നോക്കിക്കോളൂ, കണ്ടില്ലേ? എച്ചും -m ആണ് വരയ്ക്കുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കാം. അതല്ല, ഒരാൾ ഇങ്ങനെ വരയ്ക്കുന്നത് എച്ചും എമ്മും വേഴ്സസ് അങ്ങനെ വരയ്ക്കാം, പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? -m എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിക്കല്ലേ വരിക, നെഗറ്റീവ് ആക്സിസിലേക്കല്ലേ വരിക. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് വേണം, നെഗറ്റീവ് ആക്സിലേക്ക് വേണം സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാൻ. ഇത് രണ്ടും ഈക്വലന്റ് ആണ് കേട്ടോ. രണ്ട് ഗ്രാഫും ഈക്വൽ ഗ്രാഫ്സ് ആണ്. കാരണം ഇവിടെ
-m കൊടുത്തു, ഇവിടെ നമ്മളത് +m വരയ്ക്കുന്നു, അത്ര വ്യത്യാസമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മീസ്നർ ഇഫക്റ്റ്. അപ്പൊ എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള ഒരു ഫിനോമിനൻ പറഞ്ഞു, അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് മീസ്നർ ഇഫക്റ്റ് എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനാണ് മീസ്നർ ഇഫക്റ്റ്. അതായത് സൂപ്പർ കണ്ടക്ടേഴ്സ് എല്ലാം ഡയാമാഗ്നറ്റ്സ് ആണ് എന്നുള്ളൊരു പ്രൂഫ് ആണത്. മനസ്സിലായല്ലോ. ഇനി സൂപ്പർ കണ്ടക്ടേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയേണ്ട കുറച്ച് ടേംസ് ആണ്. ക്രിട്ടിക്കൽ ഫീൽഡ്, അതിന്റെ പ്രോപ്പർട്ടീസ് പോലെ പറയാം. ക്രിട്ടിക്കൽ ഫീൽഡ് HC എന്നുള്ളൊരു കാര്യം. നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ TC പറഞ്ഞു ഞാൻ, അതേപോലെ പറയേണ്ട ഒരു കാര്യമാണ് ക്രിട്ടിക്കൽ ഫീൽഡ്. ഇത്രയേ ഉള്ളൂ. ഏത് ഫീൽഡ് വരെയാണ് സൂപ്പർ കണ്ടക്ടർ ആ ഫിനോമിന കാണിക്കുന്നത്? എബവ് ദാറ്റ് ഫീൽഡ് സൂപ്പർ കണ്ടക്ടർ അല്ല, നോർമൽ മെറ്റീരിയൽ ആണ്. ക്ലിയർ ആയോ? സോ ദാറ്റ് ഈസ് ദ മിനിമം ഫീൽഡ് എബവ് വിച്ച് നോ മെറ്റീരിയൽ ക്യാൻ ബിക്കം സൂപ്പർ കണ്ടക്ടർ. ഏത് ഫീൽഡ് വരെയാണ് സൂപ്പർ കണ്ടക്ടിങ് ഫിനോമിന കാണിക്കുന്നത്? ഏത് മാഗ്നറ്റിക് ഫീൽഡ് വരെയാണ് ആ ഒരു ഫിനോമിന കാണിക്കുന്നത്? ആഫ്റ്റർ ദാറ്റ് അതെന്തല്ല, സൂപ്പർ കണ്ടക്ടർ അല്ല. ആ ഫീൽഡിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ഫീൽഡ് HC. നമ്മൾ TC ഡിഫൈൻ ചെയ്ത പോലെ തന്നെയാണ്. ഏത് ടെമ്പറേച്ചർ വരെയാണോ ആ ഫീൽഡ് സൂപ്പർ കണ്ടക്ടിങ് ഫിനോമിന കാണിക്കുന്നത്, അതാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെ. അതേപോലെ ഒരു ലിമിറ്റിംഗ് വാല്യൂ എന്നൊക്കെ പറയാം അല്ലെ, ഒരു ലിമിറ്റിംഗ് വാല്യൂ ഉണ്ട്. ആ ലിമിറ്റിംഗ് വാല്യൂ വരെ മാത്രമേ അത് സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യൂ. പിന്നെ നമ്മൾ ഫീൽഡ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അത് നോർമൽ മെറ്റീരിയൽ ആയിട്ട് മാറും അല്ലെ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ ഫീൽഡ് HC. സോ HC ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെറിവേഷൻ നമുക്കില്ല, പക്ഷെ ഇതിന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ക്രിട്ടിക്കൽ ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് HC is equal to H0 into 1 minus T square by TC square. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം. HC is equal to H0 into 1 minus T square by TC square. HC എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഫീൽഡ് ആണ്, നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന്റെ ക്രിട്ടിക്കൽ ഫീൽഡ് ആണ്. അത് ഓരോ സൂപ്പർ കണ്ടക്ടറിലും ഡിഫറെന്റ് ആയിരിക്കും. ഒരു സൂപ്പർ കണ്ടക്ടറിൽ കൊടുക്കുന്ന ഫീൽഡ് അതുപോലെ ആയിരിക്കില്ല രണ്ടാമത്തെ ഫീൽഡിൽ എഫക്ട് വരിക അല്ലെ. അപ്പൊ ഓരോന്നിനും ഓരോ ഫീൽഡ് ആയിരിക്കും. അതാണ് ക്രിട്ടിക്കൽ ഫീൽഡ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ HC. ഇനി H0 എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് 0 കെൽവിൻ. 0 കെൽവിനില് മാഗ്നറ്റിക് ഫീൽഡ് ആണ് H0. 0 കെൽവിൻ എന്നുള്ള ടെമ്പറേച്ചറിൽ എന്താണോ മാഗ്നറ്റിക് ഫീൽഡ് അപ്പോൾ ഉള്ളത്, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ആണ് H0 ആയിട്ട് ചൂസ് ചെയ്യുന്നത്. T is ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി. നമ്മൾ ഏത് മൊമെന്റിലാണോ മെഷർ ചെയ്യുന്നത് ആ മൊമെന്റിലെ ടെമ്പറേച്ചർ ആണ് T. TC എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചറിലാണോ സൂപ്പർ കണ്ടക്ടർ ആയിട്ട് മാറുന്നത് ആ ടെമ്പറേച്ചർ ആണ് TC. ഓക്കെ, ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ ക്രിട്ടിക്കൽ ഫീൽഡ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. എന്താണ്? HC is equal to H0 1 minus T square by TC square. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഇക്വേഷൻ. പ്രോബ്ലം തരുന്നത് H0 തരും, ടെമ്പറേച്ചർ തരും, TC തരും, എന്നിട്ട് ഈ ക്രിട്ടിക്കൽ ഫീൽഡ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ ക്രിട്ടിക്കൽ ഫീൽഡ് തരും, H0 തരും, എന്നിട്ട് TC തരും, എന്നിട്ട് ഈ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ. ഏത് രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. 3 വാല്യൂസ് തന്നിട്ട് നാലാമതൊരു വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ഇറ്റ് ഈസ് ദ ഫീൽഡ് ബിലോ വിച്ച് ദ മെറ്റീരിയൽ ഷോസ് സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെ. അതിനുശേഷം താഴെ അത് സൂപ്പർ കണ്ടക്ടർ ആണ്. എബവ് വിച്ച് ദ മെറ്റീരിയൽ വിൽ ബി എ നോർമൽ മെറ്റീരിയൽ, നോർമൽ കണ്ടക്ടർ. അങ്ങനെയാണെങ്കിൽ ആ ടെമ്പറേച്ചർ ആ ഫീൽഡ് ആണ് ക്രിട്ടിക്കൽ ഫീൽഡ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാട്ടോ. H ലെസ് ദാൻ HCയില് അതെന്താണ്? സൂപ്പർ കണ്ടക്ടർ ആണ്. ഓക്കെ, H ഗ്രേറ്റർ ദാൻ HCയില് അതെന്തായിട്ട് മാറും? നോർമൽ മെറ്റീരിയൽ ആയിട്ട് മാറും. നമ്മൾ ടെമ്പറേച്ചർ പറഞ്ഞ പോലെ തന്നെയാണ് ക്രിട്ടിക്കൽ ഫീൽഡും. ക്ലിയർ? ഇനി ക്രിട്ടിക്കൽ ഫീൽഡും ടെമ്പറേച്ചറും നമ്മളൊരു ഗ്രാഫ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ഒന്നല്ല, ജസ്റ്റ് നോക്കി വയ്ക്കുക. അവിടെ ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ ഫീൽഡും മെഷർ ചെയ്താൽ അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് കാണിക്കുക. ഇതിന് താഴെ അത് സൂപ്പർ കണ്ടക്ടർ ആയിരിക്കും, ഇതിന് മുകളിൽ അത് നോർമൽ കണ്ടക്ടർ ആയിരിക്കും. ഇപ്പൊ ഈ ഒരു ഗ്രാഫ് കണ്ടില്ലേ, ഇത് താഴെ ഈ മാഗ്നറ്റിക് ഫീൽഡിലും ടെമ്പറേച്ചറിലും അത് സൂപ്പർ കണ്ടക്ടർ ആണ്. എബവ് ദിസ് വാല്യൂ ആണെങ്കിൽ അത് നോർമൽ മെറ്റീരിയൽ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി മനസ്സിലായോ? ക്ലിയർ ആയോ? ക്രിട്ടിക്കൽ ഫീൽഡ് HC. ക്ലിയർ ആയ എല്ലാവർക്കും? അപ്പൊ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് ക്രിട്ടിക്കൽ ഫീൽഡ് അല്ലെ. ടെമ്പറേച്ചർ പഠിച്ച പോലെ തന്നെ അങ്ങ് ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. അവിടെ ടെമ്പറേച്ചർ മാറ്റി എന്താക്കണം? ക്രിട്ടിക്കൽ ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ആക്കി മാറ്റണം എന്ന് മാത്രം. ഇനി ഇതേപോലെ നമുക്ക് പറയാനുള്ളത് ക്രിട്ടിക്കൽ കറന്റ് ആണ്. അപ്പൊ എന്താവും ക്രിട്ടിക്കൽ കറന്റ്? ക്രിട്ടിക്കൽ ഫീൽഡ് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കറന്റ് ഉണ്ട്. കറന്റ് ഉണ്ടാകുമ്പോഴാണ് ഫീൽഡ് ഉണ്ടാകുന്നുള്ളൂ അല്ലെ. അപ്പൊ ഫീൽഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കറന്റ് ഉണ്ട്. അപ്പൊ ക്രിട്ടിക്കൽ കറന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഇതേ കാര്യം. ഏത് കറന്റ് വരെയാണോ സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആ കറന്റ് ആണ് ക്രിട്ടിക്കൽ കറന്റ് അല്ലെ. ആ എബവ് ദാറ്റ് കറന്റ് ആണെങ്കിൽ അതൊരിക്കലും എന്താവില്ല?
സൂപ്പർ കണ്ടക്ടർ ആവില്ല, അതൊരു നോർമൽ മെറ്റീരിയൽ ആയിരിക്കും. ശരിയല്ലേ? ആ കറന്റിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കറന്റ്. അപ്പൊ സെയിം ഡെഫിനിഷൻ തന്നെയാണ് ക്രിട്ടിക്കൽ കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കറന്റ് ബിലോ വിച്ച് ദ മെറ്റീരിയൽ ഷോസ് സൂപ്പർ കണ്ടക്ടിവിറ്റി, above which the material will become a normal material. That current is known as ക്രിട്ടിക്കൽ കറന്റ്. ക്ലിയർ അല്ലേ? ഇപ്പൊ ക്രിട്ടിക്കൽ കറന്റ് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ കറന്റ്, മാക്സിമം കറന്റ് പാസ്ഡ് ത്രൂ ദ സൂപ്പർ കണ്ടക്ടർ വിത്തൗട്ട് ഡെസ്ട്രോയിങ് ഇറ്റ് സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി. അതിന്റെ മീനിങ് എന്താണ്? നമുക്ക് ആ സൂപ്പർ കണ്ടക്ടിങ് ഫിനോമിന നിലനിർത്തിക്കൊണ്ട് എത്ര കറന്റ് പാസ് ചെയ്യാൻ പറ്റും അല്ലെ, അത്ര കറന്റിന്റെ ആ ഒരു പോർഷനിൽ മാത്രമേ അത് സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ കറന്റ് which can be passed to the superconductor without destroying its superconducting phenomena. അപ്പൊ അതിന്റെ ആ നേച്ചർ കളയാതെ എത്ര കറന്റ് നമുക്ക് കൊടുത്തോണ്ടിരിക്കാൻ പറ്റും, ആ കറന്റ് ആണ് ക്രിട്ടിക്കൽ കറന്റ്. അപ്പൊ ഒരു ലിമിറ്റ് കഴിഞ്ഞ പിന്നെ നമുക്കത് കാണിക്കാൻ പറ്റില്ല അല്ലെ, സൂപ്പർ കണ്ടക്ടിങ് ഫിനോമിന കാണിക്കില്ല. സോ ആ ഒരു ലിമിറ്റിംഗ് വാല്യൂ ഓഫ് കറന്റ് ഇസ് നോൺ ആസ് ക്രിട്ടിക്കൽ കറന്റ്, IC എന്നാണ് ഡിനോട്ട് ചെയ്യുക. മനസ്സിലായോ? ഈ ക്രിട്ടിക്കൽ കറന്റിന്റെ ഇക്വേഷൻ ഇത് കൂടെ ഉണ്ട് നമുക്ക്. IC is equal to 2πr/hc. അപ്പൊ ക്രിട്ടിക്കൽ ഫീൽഡിന് പറഞ്ഞ പോലെ നമുക്ക് ക്രിട്ടിക്കൽ കറന്റിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് IC which is equal to 2πr/hc. അപ്പൊ ഇതിൽ അറിയേണ്ട കാര്യങ്ങൾ ആറും HCയും കൂടി കിട്ടിയാലാണ് IC കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലെ. ഈ HC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും അതെന്താണ്, ക്രിട്ടിക്കൽ ഫീൽഡ് ആണ്. അതിന്റെ ഒരു വാല്യൂ ഓരോ മെറ്റീരിയലിനും ഓരോ സ്പെസിഫൈഡ് വാല്യൂസ് ഉണ്ടായിരിക്കും. സോ HC ഇസ് എ വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ കറന്റ്. അതിപ്പോ നമ്മൾ എടുക്കുന്ന മെർക്കുറി ആണെങ്കിൽ അതിനൊരു വാല്യൂ ആയിരിക്കും അല്ലെ. വേറെ എന്തെങ്കിലും ഫോസ്ഫറസ് അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽ ആണ് എടുക്കുന്നതെങ്കിൽ അലോയ്സ് ഉണ്ട്. ഇപ്പം അലോയ്സ് തന്നെ മെറ്റൽ അലോയ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ അതിൽ അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അതാണ് HC. ഇനി R എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, എന്താണ് R എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്, നോക്കുക. ഇവിടെ ഒരു സൂപ്പർ കണ്ടക്ടർ എടുത്തിട്ടുണ്ട്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഒരു സൂപ്പർ കണ്ടക്ടർ എടുത്തിരിക്കുന്നു. അതിനെ വൗണ്ട് ചെയ്തിട്ട് ഒരു വയർ കണ്ടില്ലേ, അത് നമ്മൾ കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കറന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വയർ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു കറന്റ് കൊടുക്കുമ്പോഴാണല്ലോ ഇത് സൂപ്പർ കണ്ടക്ടർ ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത് അതോ നോർമൽ മെറ്റീരിയൽ ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത് ഒക്കെ മനസ്സിലാവുന്നത്. നമ്മൾ കൊടുക്കുന്ന കറന്റ് ആണ് ആ വയറിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആണെങ്കിൽ ഇവിടുത്തെ റേഡിയസ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ഫേസർ സർക്കിൾ ആണ് അല്ലെ, അപ്പൊ അവിടുത്തെ റേഡിയസ് ആണ് R ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. റേഡിയസ് ഓഫ് ദ സിലിണ്ടറിക്കൽ സൂപ്പർ കണ്ടക്ടർ. അപ്പൊ ഇവിടെ വരുന്ന ഡയമീറ്റർ ആണ്, കാണുമ്പോൾ ഡയമീറ്റർ ആണ്, അപ്പൊ അതിന്റെ ഹാഫ് ആണ് റേഡിയസ്. സോ IC is equal to 2πr/hc എന്നുള്ളതാണ് ക്രിട്ടിക്കൽ കറന്റിന്റെ ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ ക്രിട്ടിക്കൽ കറന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കറന്റ് below which the material shows superconductivity, above which the material will become a normal material. That limiting value of current is known as critical current, IC, which is equal to 2πr/hc. ഇക്വേഷൻ ഓർത്ത് വെക്കുക കേട്ടോ. ഇത് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് ചിലപ്പോൾ D ആവും തരിക, ഡയമീറ്റർ ആവും തരിക. ഡയമീറ്റർ തരും, HCയും തരും. അപ്പൊ നേരെ പോയിട്ട് ഡയമീറ്റർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്, അപ്പൊ തെറ്റും അല്ലെ. 2πr/hc ആണ്. അപ്പൊ നിങ്ങൾ അവിടെ അതിന്റെ ഹാഫ് കണ്ടുപിടിക്കണം. 2πr റേഡിയസ് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ 2r ചേർത്ത് ഡയമീറ്റർ ആയിട്ട് മനസ്സിലാക്കുക. 2r എന്ന് പറഞ്ഞ ഡയമീറ്റർ ആണല്ലോ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. തെറ്റാതിരിക്കാൻ വേണ്ടി പറയാണ്, ഡയമീറ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനപ്പം തന്നെ ഉണ്ടെങ്കിൽ അതിന് റേഡിയസ് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ കറന്റ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്രിട്ടിക്കൽ കറന്റ് ഡെൻസിറ്റി JC അതുകൂടെ പറയാം. ക്രിട്ടിക്കൽ കറന്റ് ഡെൻസിറ്റി ഇത് പറയാനൊന്നുമില്ല കേട്ടോ. ഇനി JC പറഞ്ഞാൽ എന്തായിരിക്കും? ഏത് ക്രിട്ടിക്കൽ കറന്റ് ഡെൻസിറ്റി വരെയാണോ സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആ കറന്റ് ഡെൻസിറ്റി ആണ് JC അല്ലെ. കറന്റ് ഡെൻസിറ്റി പറഞ്ഞാൽ കറന്റ് പെർ ഏരിയ, കറന്റ് പെർ വോളിയം, അതാണ് കറന്റ് ഡെൻസിറ്റി. അത്രേ ഉള്ളൂ. കറന്റ് ഉണ്ടെങ്കിൽ കറന്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കറന്റ് പെർ ഏരിയ അല്ലെങ്കിൽ കറന്റ് പെർ വോളിയം, അതൊക്കെയാണ് കറന്റ് ഡെൻസിറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായോ? അപ്പോ എന്താ JC എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ കറന്റ് ഡെൻസിറ്റി, അതിനെ JC ഒക്കെ സഫിക്സ് C കൊടുക്കുക. ക്രിട്ടിക്കൽ ആയതുകൊണ്ട് TC, HC, IC, JC ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ടേംസ് പറയേണ്ടത്. അപ്പൊ ക്രിട്ടിക്കൽ കറന്റ് ഡെൻസിറ്റി എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ കറന്റ് density below which the material is superconductor, above which the material is a normal material. അത്രേ ഉള്ളൂ. ആ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് കറന്റ് ഡെൻസിറ്റി ആണ് JC അല്ലെ. അപ്പൊ J ഗ്രേറ്റർ ദാൻ JC ആണെങ്കിൽ അത് നോർമൽ മെറ്റീരിയൽ ആണ്. J ലെസ് ദാൻ JC ആണെങ്കിൽ അതെന്താണ്? സൂപ്പർ കണ്ടക്ടർ ആണ്. അപ്പൊ അതും അതിന് താഴെയും സൂപ്പർ കണ്ടക്ടർ ആണ്. ആ വാല്യൂവിന് മുകളിലാണ് കറന്റ് ഡെൻസിറ്റി എങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കില്ല, പിന്നെ അത് നോർമൽ മെറ്റീരിയൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? അതാണ് ക്രിട്ടിക്കൽ കറന്റ് ഡെൻസിറ്റി. സോ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സിൽസ്ബി ഇഫക്റ്റ്. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, പുതിയൊരു ടേം ആവും. സിൽസ്ബി ഇഫക്റ്റ് എന്നാണ് പറയുക. ഇത്രയേ ഉള്ളൂ. കറന്റ് ഡെൻസിറ്റി
നമ്മളൊരു പെർട്ടിക്കുലർ വാല്യൂ JC അല്ലെ, JCക്ക് താഴെ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കും, JCക്ക് മുകളിൽ അതിന് എബവ് ആണെങ്കിൽ നോർമൽ മെറ്റീരിയൽ ആണ് അല്ലെ. ആ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് സിൽസ്ബി ഇഫക്റ്റ്. അപ്പൊ പേര് മാത്രം ഒന്ന് ഓർത്തു വെക്കുക, സിൽസ്ബി ഇഫക്റ്റ് എന്നാണ് പറയുക. ചിലപ്പോ ചോദിക്കുക വാട്ട് ഈസ് സിൽസ്ബി ഇഫക്റ്റ് എന്നൊക്കെ ആയിരിക്കും. അപ്പൊ ഇതിപ്പോ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്താ സിൽസ്ബി ഇഫക്റ്റ് എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരിക്കില്ല. പഠിച്ച കാര്യം തന്നെയാണ്. ഈ ഒരു ക്രിട്ടിക്കൽ കറന്റ് ഡെൻസിറ്റിക്ക് താഴെ നോർമൽ സൂപ്പർ കണ്ടക്ടർ ആണ്, അതിന് എബോവ് അത് നോർമൽ കണ്ടക്ടർ ആണ് അല്ലെ. ആ ഫിനോമിനെ പറയുന്ന പേരാണ് സിൽസ്ബി ഇഫക്റ്റ്. കറന്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കറന്റ് പെർ ഏരിയ ആണ്, IC/A, അതാണ് JC. കറന്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു IC/A. അപ്പൊ രണ്ടാമത്തെ പ്രോപ്പർട്ടി, ക്രിട്ടിക്കൽ കറന്റ് എന്താണ്, അതിന്റെ ഇക്വേഷൻ 2πRHC ആണ്. അതുമായി കണക്ട് ചെയ്ത് ക്രിട്ടിക്കൽ കറന്റ് ഡെൻസിറ്റി JC എന്താണ്, JCക്കുള്ള ഇക്വേഷൻ സിൽസ്ബി ഇഫക്റ്റ് എന്താണ്. ക്ലിയർ? മനസ്സിലായോ പറഞ്ഞത്? രണ്ടാമത്തെ സെക്ഷൻ ക്രിട്ടിക്കൽ കറന്റും ക്രിട്ടിക്കൽ കറന്റ് ഡെൻസിറ്റിയും ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കും, ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണ് പറഞ്ഞു, മിസ്നർ ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് ഈ ക്രിട്ടിക്കൽ ഫീൽഡ്, ട്രാൻസിഷൻ ഫീൽഡ്, ടെമ്പറേച്ചർ അല്ലെങ്കിൽ TC എന്താണ്, IC എന്താണ്, അല്ലെ ക്രിട്ടിക്കൽ കറന്റ് എന്താണ്, ക്രിട്ടിക്കൽ കറന്റ് ഡെൻസിറ്റി എന്താണെന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഇതില് മൂന്നാമതൊരു കാര്യം കൂടെ പഠിക്കാനുള്ളത് ഐസോടോപ്പ് ഇഫക്റ്റ് ആണ്. ഇതും സൂപ്പർ കണ്ടക്ടേഴ്സ് കാണിക്കുന്ന ഒരു ഫിനോമിനൻ ആണ് ഐസോടോപ്പ് ഇഫക്റ്റ്. ഐസോടോപ്പ് ഇഫക്റ്റ് ഇതൊക്കെ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഐസോടോപ്പ് ഇഫക്റ്റ് എന്നുള്ളത്? ചെറിയ ചെറിയ സെക്ഷൻസ് ആണ്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഐസോടോപ്പ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് TC എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെ, സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ TC, it is inversely proportional to the square root of isotopic mass. ഈ ഒരു ഫിനോമിനെയാണ് ഐസോടോപ്പിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. റൂട്ട് എമ്മിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് ദി എം എന്ന് പറഞ്ഞാൽ ഐസോടോപ്പിക് മാസ്. ഐസോടോപ്പിക് മാസിനെയാണ് ക്യാപിറ്റൽ M കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമ്മളൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞ്, ഒരു സൂപ്പർ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞ് അതിന്റെ TCയും എമ്മും തമ്മിൽ ഒരു കണക്ഷൻ നോക്കി കഴിയുകയാണെങ്കിൽ TC will be always inversely proportional to root of M, where M is the isotopic mass. അത് ഐസോടോപ്പിക് മാസ് എന്നാണ് പറയാ. ഇനി ഐസോടോപ്പിക് മാസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഐസോടോപ്പ് കേട്ടിട്ടുണ്ടല്ലോ, ഐസോടോപ്സും ഐസോബാർസും ഐസോടോൺസ് അങ്ങനെ കുറെ കാറ്റഗറി ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഐസോടോപ്സ്, ഏതെങ്കിലും ഒരു ഐസോടോപ്പ് എടുക്കുക, ഒരു ആറ്റം ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് ഒരു ഐസോടോപ്പേ ഉള്ളുവെങ്കിൽ അതിന്റെ മാസിനെയാണ് ഐസോടോപ്പിക് മാസ് എന്ന് പറയാ. നോർമലി അപ്പൊ ഐസോടോപ്സ് പറഞ്ഞാൽ സെയിം ആറ്റം ആയിരിക്കും, അതിന് 2-3 ഐസോടോപ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ കാർബണിന്റെ തന്നെ 2-3 ഐസോടോപ്സ് അങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരൊറ്റ ഐസോടോപ്പ് ഉള്ള ആറ്റംസ് ഉണ്ടാവും, അല്ലാതെ രണ്ടാമതൊരു ക്ലാസിഫിക്കേഷൻ വരാത്ത സിംഗിൾ ഐസോടോപ്പ് ഉള്ള ഒരു ആറ്റം ഉണ്ടെങ്കിൽ അതിന്റെ മാസിനെയാണ് ഐസോടോപ്പിക് മാസ് എന്ന് പറയുന്നത്. അറ്റോമിക് മാസ് ഓഫ് ആൻ ആറ്റം വിച്ച് ഹാസ് ഓൺലി വൺ ഐസോടോപ്പ്, ദാറ്റ് ഈസ് ഐസോടോപ്പിക് മാസ്. ഓക്കെ, ഇത് അറിയാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഈ ഒരു ഇഫക്റ്റിനെ ഐസോടോപ്പ് ഇഫക്റ്റ് എന്നാണ് പറയുക. ദാറ്റ് ഈസ് നമുക്കിത് ആവശ്യമുള്ളൂ. TC എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? 1/√m പ്രപ്പോർഷണൽ ആയിരിക്കും. TC പ്രപ്പോർഷണൽ ടു 1/√m. ദാറ്റ് ഈസ് TC is equal to a constant by m raised to 1/2. എന്താ ഷെയ്ൻ പറഞ്ഞ നോക്കട്ടെ കേട്ടോ, ഞാൻ മെസ്സേജ് കണ്ടില്ല. മെസ്സേജ് വന്നില്ലല്ലോ. മിസ്നർ ഇഫക്റ്റും സിൽസ്ബി ഇഫക്റ്റും എന്താ പറഞ്ഞത്? മെസ്സേജ് വന്നില്ല. ഷെയ്ൻ ചോദിച്ചോട്ടോ എന്താന്ന് വെച്ചാൽ, കണക്ഷനോ?
ഇതെല്ലാം കണക്റ്റഡ് ആണ്. കാരണം മീസൺ ഇഫക്റ്റിൽ പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പെൽ ചെയ്ത് പോകുന്നു അല്ലെ, ആ ടെമ്പറേച്ചറിന് താഴെ. അത് തന്നെ സിൽസ്ബി എഫക്റ്റിന്റെയും കാര്യം അത് തന്നെയാണ്. എപ്പോഴാണോ കറണ്ട് ഡെൻസിറ്റി JC അല്ലെ, ആ JCക്ക് താഴെ അത് സൂപ്പർ കണ്ടക്ടർ ആണ്. JC ഗ്രേറ്റർ ദാൻ ആവുന്ന സമയത്ത് അത് നോർമൽ കണ്ടക്ടർ ആണ്. അപ്പൊ JCയുടെ താഴെയാണ് അത് എന്താവുന്നുള്ളൂ, പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് ആയിട്ട് മാറുന്നുള്ളൂ. മനസ്സിലായി? ഡയാമാഗ്നറ്റ് ആയിട്ട് മാറുന്നത്. JC ഗ്രേറ്റർ ആയാൽ എല്ലാം പോയില്ലേ, സൂപ്പർ കണ്ടക്ടിവിറ്റി എല്ലാം പോയില്ലേ. അപ്പൊ അതെന്താവും, നോർമൽ മെറ്റീരിയൽ ആവും, കണക്റ്റഡ് ആണ്. അപ്പൊ JC എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇതിലും പറയാം. HC എന്നുള്ള ഫീൽഡ് ഇല്ലേ, അതിന് താഴെയാണ് അത് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് ആയിട്ട് മാറുന്നത്. അതിൽ കൂടുതലാണെങ്കിൽ അതെന്താ, നോർമൽ മെറ്റീരിയൽ ആണ്. ഇനി IC പറഞ്ഞില്ലേ, ക്രിട്ടിക്കൽ കറണ്ട്, അതിന് താഴെയാണ് അത് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് ആയിട്ട് ഇങ്ങനെ റിപ്പൽ ചെയ്ത് പോകുന്ന ഫിനോമിന കാണിക്കുന്നത്. അതിന് മുകളിൽ അതെന്തല്ല, ഈ ഒരു ഫിനോമിന കാണിക്കില്ല. അപ്പൊ ഒക്കെ കണക്റ്റഡ് ആണ്. ഇതൊക്കെ ലിമിറ്റിംഗ് വാല്യൂസ് ആണ്. ഇത് ഈ ഒരു വാല്യൂസിൽ മാത്രമേ, ഇതിന് താഴെ മാത്രമേ എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ, സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. അപ്പോഴാണ് മീസണർ ഇഫക്റ്റ് കാണിക്കുള്ളൂ, ഡയാമാഗ്നറ്റിസം കാണിക്കുള്ളൂ. അതിപ്പോ JC ആയാലും HC ആയാലും IC ആയാലും TC ആയാലും. മനസ്സിലായോ? ഈ 4 കാര്യങ്ങളും അതിന്റെ ലിമിറ്റിംഗ് വാല്യൂസ് ആണ്. കറന്റ്, ടെമ്പറേച്ചർ, മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ് ഡെൻസിറ്റി. ഈ 4 കാര്യങ്ങളുടെ താഴെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സൂപ്പർ കണ്ടക്ടർ ആയിട്ട് മാറുന്നത്, ഡയാമാഗ്നറ്റ് ആയിട്ട് മാറുന്നത്. എപ്പോ ഈ വാല്യൂ ചേഞ്ച് ചെയ്തു, J ഗ്രേറ്റർ ദാൻ JC ആയി, H ഗ്രേറ്റർ ദാൻ HC ആയി, I ഗ്രേറ്റർ ദാൻ IC ആയി, T ഗ്രേറ്റർ ദാൻ TC ആയി എന്ന് വിചാരിക്കാം. അപ്പൊ അതെന്തായിട്ട് മാറി, സൂപ്പർ കണ്ടക്ടറിൽ നിന്ന് നേരെ അതൊരു സാധാരണ ഒരു മെറ്റീരിയൽ, നോർമൽ കണ്ടക്ടറോ എന്തായിട്ട് മാറും. അപ്പൊ മനസ്സിലായോ? എല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ അതാണ് കണക്ഷൻ. ഇനി അപ്പൊ ഐസോട്രോപ്പ് ഇഫക്റ്റ് ക്ലിയർ ആയല്ലോ. ഐസോട്രോപ്പ് ഇഫക്റ്റ് പറഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഡെഫിനേഷൻ ഒന്നും പഠിക്കാനൊന്നുമില്ല. TC is equal to a constant by m⁻², അല്ലെങ്കിൽ TC m⁻², ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നതിനെയാണ് ഐസോട്രോപ്പ് ഇഫക്റ്റ്. ഇതിപ്പോ 3 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കണ്ട. അപ്പൊ ഐസോട്രോപ്പ് ഇഫക്റ്റ് ചോദിച്ചാൽ ഇങ്ങനെ പറയാ, സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഐസോട്രോപിക് ഇഫക്റ്റ്. അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞിട്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് കാണിക്കുന്ന ഒരു ഫിനോമിനയാണ് ഐസോട്രോപിക് ഇഫക്റ്റ്. അതിപ്പോ ഇത് ചോദിച്ചാലും, സിൽസ്ബി ഇഫക്റ്റ് ചോദിച്ചാലും നമുക്ക് അങ്ങനെ പറയാം അല്ലെ. ഇപ്പൊ മാർക്കിനനുസരിച്ച് ഇപ്പൊ ഒരു എസ്സേയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എഴുതാൻ വേണമല്ലോ. 3 മാർക്കാണെങ്കിൽ കാര്യം മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ എസ്സേയുടെ പാട്ടൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചുകൂടി എഴുതുന്നത് നല്ലതാണ്, പോയിന്റ്സ് ഒക്കെ കൂടുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ സൂപ്പർ കണ്ടക്ടേഴ്സ് കാണിക്കുന്ന ഒരു ഫിനോമിനയാണ് സിൽസ്ബി ഇഫക്റ്റ്, അല്ലെങ്കിൽ ഐസോട്രോപിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടക്ടേഴ്സ് കാണിക്കുന്ന ഒരു ഫിനോമിനയാണ്. അതിന്റെ ഡെഫിനിഷൻ ഒന്ന് പറയുക അല്ലെ. TC എന്ന് പറയുന്നത് 1/√m പ്രൊപ്പോർഷണൽ ആണ്. M എന്ന് പറഞ്ഞാൽ ഐസോട്രോപിക് മാസ് ആണ്. നിങ്ങൾക്ക് ഇനി എഴുതാനുള്ള ഒരു പോയിന്റ് വേണ്ടിയിട്ടാണ് ഞാൻ ഐസോട്രോപിക് മാസ് എന്താന്നുള്ളത് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കിട്ടിയില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല, മെൻഷൻ ചെയ്യുക. TC എന്താണ്, M എന്താന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. സോ TC m⁻² is equal to a constant എന്നുള്ളതാണ് എന്ത്, ഐസോട്രോപ്പ് ഇഫക്റ്റ്. ഓക്കെ, ഒരു മിനിറ്റ് അറ്റൻഡൻസ് എടുക്കട്ടെ കേട്ടോ. അതാണ് അതിന്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തു. മീസൺ ഇഫക്റ്റ് എന്നുള്ള ഫിനോമിനൻ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു അല്ലെ. IC എന്താണ്, HC എന്താണ്, TC എന്താണ്, JC എന്താണ്, 4 കാറ്റഗറി പറഞ്ഞു. ഈ HC is equal to H0 into 1 - T²/TC². ഇക്വേഷൻ പഠിച്ചു വെക്കുക. അതിലെ പ്രോബ്ലംസ് നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ, ലാസ്റ്റ് സെക്ഷനിൽ ചെയ്യാം. പിന്നെ IC is equal to 2πr/HC, ഇതിലും പ്രോബ്ലംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ ഐസോട്രോപ്പ് ഇഫക്റ്റും ആണ് പറഞ്ഞത്. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയ സമയത്ത് ഓരോ വീഡിയോസിൽ മീസൺ ഇഫക്റ്റിന്റെ വീഡിയോസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കാണാൻ പറ്റും. അതായത് ഇപ്പോ ഒരു സൂപ്പർ കണ്ടക്ടർ ഇപ്പൊ നമ്മള് ലിക്വിഡ് നൈട്രജന്റെ മുകളിൽ പ്ലേസ് ചെയ്യാം. ഒരു വീഡിയോ ആണ് കേട്ടോ, അതിൽ നിങ്ങൾ നോക്കിയാലും കിട്ടും. അത് ഒരു സൂപ്പർ കണ്ടക്ടർ നമ്മൾ എന്തെങ്കിലും ലിക്വിഡ് നൈട്രജൻ കൂളാക്കുന്ന ഏതെങ്കിലും ഒരു ഏജന്റ് മുകളിൽ
പ്ലേസ് ചെയ്യുക. അപ്പൊ സൂപ്പർ കണ്ടക്ടർ ആണ് ഇത്. സൂപ്പർ കണ്ടക്ടർ ഒരു കൂളിംഗ് ഏജന്റിന്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ടെമ്പറേച്ചർ ഇങ്ങനെ കുറയ്ക്കുന്നതനുസരിച്ച് ഇത് എന്തായിട്ട് മാറും? സൂപ്പർ കണ്ടക്ടർ ആയിട്ട് മാറും അല്ലെ? നമുക്കറിയാലോ. അപ്പൊ ടെമ്പറേച്ചർ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ അത് സൂപ്പർ കണ്ടക്ടർ ആയിട്ട് മാറി. നമ്മളിതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നു. ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലായിട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ. അതൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പൊ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കൂളാക്കുന്നുണ്ട്, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നുണ്ട് അല്ലെ? അപ്പൊ കൂളാക്കി കഴിഞ്ഞാൽ അത് സൂപ്പർ കണ്ടക്ടർ ആയിട്ട് മാറി. നമ്മൾ ഇനി മാഗ്നറ്റിക് ഫീൽഡിലാണല്ലോ വെക്കുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യും? ഇതിന്റെ സർഫസിൽ നിന്ന് ഈ സൂപ്പർ കണ്ടക്ടർ ഇങ്ങനെ തനിയെ റേസ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അപ്പൊ അത് റേസ് ചെയ്ത് വരാനുള്ള റീസൺ എന്താണ്? ഇതിപ്പോ മാഗ്നറ്റിക് ഫീൽഡിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇങ്ങനെ റിപ്പൽ ചെയ്ത് വരുന്നത് മുകളിലേക്ക് അത് റേസ് ചെയ്ത് വരുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു. അത് മീസൺ ഇഫക്റ്റിന്റെ ഒരു പ്രൂഫാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സൂപ്പർ കണ്ടക്ടർ ആയിട്ട് മാറി. പിന്നെ ഇപ്പൊ നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത സമയത്ത് എന്തുണ്ടാവുന്നു? സൂപ്പർ കണ്ടക്ടിങ് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ആയതുകൊണ്ട് അതിൽ നിന്ന് അത് റിപ്പൽ ചെയ്ത് പോവുകയാണ്. അപ്പൊ അത് തനിയെ അതിൽ നിന്ന് റേസ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അപ്പോ എക്സ്പെരിമെന്റുകളൊക്കെ അങ്ങനെയൊക്കെ നടത്താറുണ്ട്. അപ്പൊ ഇത് മീസൺ ഇഫക്റ്റിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടും. അപ്പോ അതാണ് മീസൺ ഇഫക്റ്റ് എന്നുള്ള ഫിനോമിന. ക്ലിയർ? ഓക്കെ. ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ സെക്ഷൻസ് ഒക്കെ ഇങ്ങനെ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇപ്പൊ പറഞ്ഞ ചെറിയ ചെറിയ ടോപ്പിക്സ് അല്ലേ, അതെല്ലാം ഇങ്ങനെ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം. ഇനി ഇതില് നമുക്ക് ടൈപ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ് നോക്കാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്. സൂപ്പർ കണ്ടക്ടേഴ്സിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, പല ബേസിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാൻ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ചോദിക്കും. എക്സ്പ്ലെയിൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്, മെൻഷൻ എനി 4 ഡിഫറൻസസ്, അങ്ങനെയൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് സൂപ്പർ കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്. അപ്പൊ ആദ്യം നമുക്ക് ഓരോരോ പോയിന്റ്സ് ആയിട്ട് എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇത് ചാപ്റ്ററില് ടെക്സ്റ്റിൽ ഇങ്ങനെ ഓരോ എസ്സേക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും ക്ലാസിഫിക്കേഷൻ നോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പോയിന്റ് വൈസ് ആണ് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ആ പോയിന്റ് മാത്രം നോക്കിയാൽ മതി, എഴുതാനും എളുപ്പമാണ്. പിന്നെ എക്സാമിന് ഇങ്ങനെ എഴുതുന്നതാണ് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാനുള്ള എളുപ്പം. കാരണം നിങ്ങൾ കുറെ പാരഗ്രാഫ് എഴുതുമ്പോൾ വാല്യൂ ചെയ്യുന്നവരും ചിലപ്പം എവിടെയൊക്കെയാണ് പോയിന്റ്സ് എന്നൊക്കെ നോക്കിക്കൊള്ളണമെന്നില്ല എല്ലാ പോയിന്റ്സും. അപ്പം ചിലപ്പോൾ നിങ്ങൾ ഇടയിൽ 2-3 പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും, മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിലും ബെറ്റർ ഇങ്ങനെ ടേബിൾ വൈസ് ക്ലാസിഫിക്കേഷൻസ് ഇങ്ങനെ ടേബിൾ വൈസ് എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. അപ്പോ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്, അതാണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതില് എന്താണ് മേജർ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് മീസ്നർ ഇഫക്റ്റ് കംപ്ലീറ്റ്ലി ഒബേ ചെയ്യുന്ന സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം കാണിക്കുന്ന സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. അതായത് ടി ലെസ് ദാൻ ടി സി എപ്പോ ആവുന്നോ അപ്പൊ അത് എന്ത് കാണിക്കും? പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ടി ഗ്രേറ്റർ ദാൻ ടി സി ആണെങ്കിൽ ടെമ്പറേച്ചർ എപ്പോ നമ്മൾ ഒരു മൈന്യൂട്ട് വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? നോർമൽ മെറ്റീരിയൽ ആയിട്ട് മാറും. അപ്പൊ വളരെ ഷാർപ്പായിട്ട് കറക്റ്റ് ആയിട്ട് ഈ മീസ്നർ ഇഫക്റ്റ് ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഏത്? ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ്. പക്ഷെ അതൊരു ഐഡിയൽ കേസ് ആണ്, കാരണം എല്ലാ മെറ്റീരിയൽസും അങ്ങനെ കാണിക്കണം എന്നില്ല. ചില മെറ്റീരിയൽസ് ഉണ്ട് അത് ഈ കംപ്ലീറ്റ് ആയിട്ട് മീസ്നർ ഇഫക്റ്റ് കാണിക്കില്ല. അപ്പൊ ചിലപ്പോൾ ചില വാരിയേഷൻ കാണിക്കും. അപ്പൊ ടി സി ലെസ് ദാൻ ടി സിയില് ചിലപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കും. പിന്നെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാലും കുറച്ചധികം ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാലേ ആണത് പെർഫെക്റ്റ് ആയിട്ട് മാറുള്ളൂ, പെർഫെക്റ്റ് മെറ്റീരിയൽ ആയിട്ട് മാറുള്ളൂ, വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആയിട്ട് അത് മാറുള്ളൂ. അങ്ങനെ കാണിക്കുന്ന സൂപ്പർ കണ്ടക്ടേഴ്സും ഉണ്ട്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്. അപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒബേ ചെയ്യുന്നതിന് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എന്ന് പറയും. പാർഷ്യലി അല്ലെ കംപ്ലീറ്റ് ആയിട്ട് ഒബേ ചെയ്യാത്ത സൂപ്പർ കണ്ടക്ടേഴ്സും ഉണ്ട്. മീസ്നർ ഇഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒബേ ചെയ്യാത്ത സൂപ്പർ കണ്ടക്ടേഴ്സ് ഉണ്ട്. അവരെ പറയുന്ന പേരാണ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്. നമുക്ക് കുറച്ച് പോയിന്റ്സ് കൂടെ പറയാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ പറഞ്ഞത് തീരില്ല. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കാം. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മീസ്നർ ഇഫക്റ്റ് കംപ്ലീറ്റ്ലി ഒബേ ചെയ്യുന്ന സൂപ്പർ കണ്ടക്ടേഴ്സിനെ ടൈപ്പ് 1 എന്ന് പറയാം. പാർഷ്യലി ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസും ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് മീസ്നർ ഇഫക്റ്റ് പാർഷ്യലി ഒബേ ചെയ്യുന്ന മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇന്നത്തെ പോർഷൻസ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിലെ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള ചാപ്റ്റർ ആണിപ്പോ
ഫസ്റ്റ് 2-3 ടോപ്പിക്സ് ഒക്കെ പറഞ്ഞു. ഇനി ക്ലാസിഫിക്കേഷൻ ആണ് പറയാനുള്ളത്. പെട്ടെന്ന് തീരട്ടെ. ഒരു അവർ കൂടെ നമുക്ക് ആവശ്യമുള്ളൂ. സൂപ്പർ കണ്ടക്ടേഴ്സ് ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ ആണ്. അടുത്തൊരു അവർ കൂടെ ബാക്കി കൂടെ തീരും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ബാക്കി. താങ്ക് യു ഓൾ.